അപ്പൊ 2 പേര് ഒരു വണ്ടിയിലാണ് കളിക്കുന്നത്. 2 പേരുള്ള ഒരു വണ്ടിയും 4 പേരുള്ള വണ്ടിയും 3 പേരടങ്ങുന്ന 2 വണ്ടിയുമാണ് ഉള്ളത്. അപ്പോൾ കണ്ടൻസിനാണ് ഹെലി ഓടിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസാൻ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്. അത് ഏജ് സയൻസ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. 2 പേരടങ്ങുന്ന വണ്ടിയിൽ ലെസിയർ മൈക്കൽ ജോൺ ആണ്. 3 പേരടങ്ങുന്ന വണ്ടിയിൽ ജോൺ സ്റ്റീഫൻ, നെട്ടൂർ ആൻഡ് ജെക്സി. അതേപോലെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈസോക്കു, മാർവൽ ആൻഡ് മാസൻ ആൻഡ്രൂ. 4 പേരടങ്ങുന്ന വണ്ടിയിൽ ഗോസ്റ്റ്, ആന്റണിക്ക് ഒരു പകുതി കുത്തു മതിയാ എന്നാ അവനിപ്പോ കത്തിപ്പോയതല്ലേ ഒരു കാര്യം പറയാം. വാർ ഡിക്ലെയർ ആയി. അവർ അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. വേറെ ആളെ സാപ്പി ഓക്കെ. അപ്പം CVയില് 3-6 ഇവന് വാണിംഗ് കൊടുത്തില്ല. ഇവനങ്ങനെ തിരിച്ചു കയറി 10, 12, 14, 16 എന്തൊക്കെ എന്താ തൊപ്പിയൊന്ന് മാറ്റേ ബ്രോ, തൊപ്പിയൊന്ന് മാറ്റേ. ഇത് മറ്റവനാ. ഇത് പ്രശ്നം ആണോ? പുറത്ത് ഇത് കണ്ണാപ്പി എല്ലാരെയൊക്കെ കണ്ടപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പോയി ഇതാക്കിയതാ. പറഞ്ഞു വരട്ടി വിട്ടിട്ടുണ്ട്. വാണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, വാറത ആക്സെപ്റ്റ് ആയിരിക്കുകയാണ്. അപ്പൊ TVയുടെ വണ്ടികൾ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ KKB മോസ്റ്റ്ലി ഇതുവഴി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇതുവഴി ആയിരിക്കണം അവർ പോയിട്ടുണ്ടാവുക. അവരുടെ ഒരു റൂട്ട് ഇതായിരിക്കണം. അല്ല, അവർ പലേറ്റമാണ് ഇതാണ് പിടിച്ചിരിക്കുന്നത്. അല്ല, പോയില്ല. വാർ അക്സെപ്റ്റ് ആയി പോകുന്നില്ലേ? ഇത് വാർ അക്സെപ്റ്റ് ആയടാ. ഇവര് കോച്ച് തിരിച്ചു കയറാൻ വേണ്ടി കാത്തിരിക്കുവാന്നോ? ഹോസ്റ്റേജ് അടിപൊളി നോക്കുന്നില്ല സിറ്റുവേഷൻ. നീ KFC ടോക്കിയോ വടിവേലു ഉണ്ടല്ലോ അല്ലേ റേഡിയോയില്? K51 we have hostage Tokyo. K51 ടോക്കിയോയുടെ സംഭവം അവര് കത്തിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ POV ഞാൻ കണ്ടില്ല. അവിടെ ഉള്ള സമയത്ത് ആരും കത്തിക്കണം കണ്ടില്ല. പിന്നെ ഒരാള് അല്ലല്ല ഞാൻ കണ്ടില്ല. അപ്പൊ പ്ലെയർ മറ്റേ സെർവർ കണക്ഷൻ ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ എല്ലാരും ഇന്നലെ പോയവര് വന്നായിരുന്നോ? പിന്നെ കണ്ടില്ല, ആളെ കണ്ടില്ല ഞാൻ. പിന്നെ KKBയുടെ ഇന്നലെ മറ്റേ ഇത് കത്തിപ്പോയവരെയൊക്കെ ഇത് വൈപ്പ് ചെയ്ത് വിട്ടായിരുന്നു. KKB 1, 2, 3, 4, 5 വണ്ടിയുണ്ട് ഇവിടെ. 6ാമത്തെ വണ്ടി അപ്പൊ ഇവിടെ ഇപ്പം ഇത്ര മാസം സാൻഡി എത്തിയിട്ടുണ്ടാവണം. അവരെല്ലാം ഫ്യൂവൽ അടിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ KKB എല്ലാവരും ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. അവർ ആ ഒരു പ്ലെയർ വരാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. സേവർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവരെത്ര പേരുണ്ട് കൗണ്ട്? KKB 3, 4, 7, 8, 2, 10, 13, 14 വരെ ഉള്ളു. അവരുടെ എന്താ പറഞ്ഞേ, അവരുടെ ഒരു പിള്ളേർ കത്തിപ്പോന്ന് പറഞ്ഞു. ഇതിന് വേറെ ആരും കളിപ്പിക്കുന്നില്ല ഇതിന് പകരം. ആസ്ട്രോനെ ഒരാളെ കേറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അവരെന്തായാലും 15 പേരായിട്ടുണ്ട്. അവരിതാ പുറപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന്. 1, 2, 3, 4, 5 വണ്ടിയിലാണ് അവർ കളിക്കുന്നത്. അല്ല 6 വണ്ടി ഇല്ലായിരുന്നത്. 5 വണ്ടി ഒരു ഹെലിയാന്ന് തോന്നുന്നു. അപ്പം KKBയുടെ ഹെലി, അതായത് നമ്മുടെ കണ്ണൻ സാങ്
ദൈവമേ കഴിഞ്ഞ തവണ അബദ്ധം പറ്റി പിന്നെ ഡ്രാഗ് അടിക്കല്ലേ കോറ്റുവിനെ അടിക്കണേ പറ്റൂ എനിക്ക് അബദ്ധം പറ്റിയത്. ഓക്കെ സാൻഡിയുടെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ സാൻഡ്. ഇത്രയായിട്ട് പറഞ്ഞ താഴെ കാണാൻ പറ്റുമോ? പറയായി ഹെലി കളിച്ചിട്ട്. ഓ ഇവിടെ മുടിയൊക്കെ പൊട്ടി ആരാ ഐഡിയസ് 1000 ആയിരിക്കും. ആരപ്പോ വെടി വീടാ അങ്ങനെ പറയരുത്. ഓക്കെ കണ്ണൻ സാങ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. ടിവിയുടെ വണ്ടികളെല്ലാം മോസ്റ്റ്ലി ചുണക്കടികൾ ഇവിടെ ഈ വഴി വരേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ KKB ഇവർ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. KKBയുടെ വണ്ടികൾ വരുന്നതേ ഉള്ളൂ. നമ്മുടെ ടിവിയുടെ വണ്ടികൾ നോക്കുവാണെങ്കിൽ അവരെത്തി. എവിടെ എത്തി? ഊളാ ഏത് വിദ്യാലയം ഇതാ? അപ്പൊ KKBയുടെ പുറകിലാണ് പറ്റി TV വന്നോണ്ടിരിക്കുന്നത്. I see. അപ്പൊ TV is incoming. KKB is going. എടാ ഇതൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് കൂടി ഇംഗ്ലീഷ്. അതൊക്കെ അതുകൊണ്ടാ മനസ്സിലായില്ലേ? കൂടി ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ അടി പൊട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. TV ആൻഡ് KKB ഓൾറെഡി കണ്ടുമുട്ടി റിപ്പയർ ചെയ്തൊരു വണ്ടിനെ ഒരു ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. KKBയുടെ എല്ലാ വണ്ടിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടിവിയുടെ 3 വണ്ടികളേ ഉള്ളൂ. TV ഇപ്പം ഫൈറ്റ് കമ്മിറ്റ് ചെയ്തത് വളരെ ഒരു മണ്ടത്തരമല്ല. ടിവിയുടെ 6 വണ്ടികളുണ്ട്. KKBയുടെ വണ്ടികളാണ് കുറവെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, KKBയുടെ 3 വണ്ടിയേ ഉള്ളൂ. ടിവിയുടെ 1 2 3 4 5 6 വണ്ടികൾ. ആ 3 വണ്ടികളെ ചേസ് ചെയ്ത് പോവാണ്. അപ്പൊ ബാക്കിയുള്ള വണ്ടികൾ എവിടെ പോയി? KKBയുടെ KKBയുടെ 3 വണ്ടികൾ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ടിവിയുടെ വണ്ടികളാണ്. ടിവിയുടെ വണ്ടികളാണല്ലോ. KKBയുടെ ചട്ടക്കൂട്ടിൽ ഇതാ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിതാ ബാക്കിയുള്ള ടീമേറ്റ്സിന്റെ അടുക്കായിട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവർ നിർത്താതാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഫൈറ്റ് കമ്മിറ്റ് വളരെ മണ്ടത്തരമായിപ്പോ അത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഏരിയയിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നത്. അവർ പക്ഷേ ഒരു വലിയൊരു സ്പ്ലിറ്റിലേക്കാണ് പോകുന്നത്. 3 ഡയറക്ഷനോട്ടാണല്ലോ ഇത് പോയത്. ഓക്കെ KKBയുടെ ഓൾറെഡി ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ ബൈഫൂട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. ഓക്കെ ടിവിയുടെ പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങി ശ്രദ്ധിച്ചില്ലെന്ന് റൈസൺ. ഓക്കെ അതുപോലെ തന്നെ ടിവിയുടെ ആൾക്കാർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മല നമ്മൾ ഈ റൂള് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നില്ലല്ലേ? നാളെ ആവട്ടെ. നല്ല ഫൈറ്റ് കാണാൻ പറ്റത്തില്ല. നല്ല ഫൈറ്റ് കാണണമെങ്കിൽ അതൊക്കെ മറ്റേ ഇനിഷ്യൽ ഫൈറ്റ് ഇറങ്ങി അടി പടേന്ന് പറഞ്ഞ് അടിച്ചൊക്കെ അതൊക്കെ രസമാണ്. ഹോൾഡിങ്ങും ഒരു സ്ട്രാറ്റജിയാണ്, കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ ടിവിയുടെ വണ്ടികളെല്ലാം റിപ്പയർ സ്റ്റേഷനിൽ വരുന്നത് തോന്നുന്നു. കാരണം ഓൾറെഡി വണ്ടി റിപ്പയർ ചെയ്യുന്നത് ഓക്കെ സ്നാങ് അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. KKBയുടെ വണ്ടികൾ ബാക്കിലോട്ട് വരുന്നുണ്ടോ? ഇല്ല, ഈ ഒരു മലയാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി ഒറ്റയ്ക്ക് താഴെ ഇവിടെ ഇത് പ്ലേയേഴ്സ് ഇല്ലടാ. 1 2 3 4 5 6 അല്ലേ? വേറെ KKBയുടെ വണ്ടിയൊന്നുമില്ലല്ലോ. ഓക്കെ ടിവിയുടെ വണ്ടികൾ 1 2 3 4 5 വണ്ടി 6 വണ്ടി ഇവിടെ ഉണ്ട്. ഹെലി ഇല്ല ടിവിക്ക്. ഹെലി കളിക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഹെലി ടിവിക്ക് ഇന്നില്ല. പക്ഷെ KKBക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഹെലി ഉള്ളത് തന്നെ. നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 പേരാണ് ടിവിയുടെ ബൈഫൂട്ട് കളിക്കുന്നത്. KKBയുടെ 14 പേരെ ബൈഫൂട്ട് കളിക്കാൻ അവർക്ക് അവസരമുള്ളൂ. ഓക്കെ കണ്ണൻ സ്നാങ് ഇത്രയും താത്ത് പറത്തിയിട്ട് അവരാരും എടുക്കുന്നില്ല. ഓ ഇവിടെ കണ്ണൻ സ്നാങ് ഇവിടെ ഇറങ്ങി അടിക്കുകയാണ്. വലിയൊരു മണ്ടത്തരമാണ്. നല്ല ടാഗ് കിട്ടും. ഇവിടെ ബാക്കിയുള്ള വണ്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മണ്ട പാർക്കോർ ഇല്ലല്ലേ? പാർക്കോർ ഇല്ലാത്തത് കൊണ്ട് ഓക്കെ കുഴപ്പമില്ല. പാർക്കോർ ഉണ്ടെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ്. ഓക്കെ ഇവിടെ ഈഗിൾ നീലൻ ആൻഡ് വില്ലു അടങ്ങുന്ന ഒരു വണ്ടി നല്ലൊരു ടാഗ് അവിടെ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹെലി പുകഞ്ഞോ? ഓ ഹെലി പുകഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കണ്ണൻ സ്നാങ് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകണം. അത്രയും സമയം KKBക്ക് ഐസൈറ്റ്, അതായത് എയറിലുള്ള ഏരിയൽ വ്യൂ നഷ്ടമായിരിക്കുകയാണ്. അതാണ് ഈഗിളായി എന്ന് പറയുന്നൊരു സാധനം. ഇതാണ് ഈഗിളായി, ഏരിയൽ വ്യൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കാണാൻ പറ്റും എവിടെ ഏതൊക്കെ വണ്ടികളുണ്ടെന്നുള്ളത്. ഏരിയൽ വ്യൂ മിസ്സായിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ടിവിയുടെ വണ്ടികൾ ഇപ്പോഴും സ്പ്ലിറ്റ് ഒരു ഇനിഷ്യൽ ഇതായത് കൊണ്ട് ഒരു ഫുള്ളി ഒരു കമ്മിറ്റ് വാർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഉടനെ തന്നെ ഒരു അടി ഉടനെ തന്നെ പൊട്ടും. KKBയുടെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു വണ്ടിക്കകത്ത് ആളുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ആളില്ല.
എങ്കിലും ടയർ ഞാൻ വെടിവെച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞ് ഫയർ ചെയ്യുന്നുണ്ട്. കേക്കിവിടെ വണ്ടികൾ നോക്കുവാണെങ്കിൽ 3 വണ്ടികൾ ഇവിടെ, 2 വണ്ടികൾ ഈ ഒരു ഏരിയയിലാണ് കളിക്കുന്നത്. ഇപ്പോഴും അവർ ഫുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ KKBയുടെ 2 വണ്ടികൾ സെപ്പറേറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. 3 വണ്ടികൾ ഒരുമിച്ചും അവർ ആ ഒരു ഏരിയയിൽ ഫോൾ ബാക്ക് ചെയ്യുകയാണ്. സെയിം ടു സെയിം ആണോ? ഓക്കെ, ഇതാ ഹെലോ റിപ്പയർ ഫ്രാങ്ക് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു മടത്തരം ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്ക് വീണ്ടും താത്തി പറത്തുകയാണ്. പക്ഷേ എന്ത് പറ്റുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ഈ ഒരു നിന്നും TVയുടെ എല്ലാവരും അങ്ങോട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് KKBയുടെ എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഫയർ ചെയ്യുന്നുണ്ട്. എന്നാ പിടിച്ചു ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ബുള്ളറ്റിന് ക്ഷാമം കൊണ്ടുവരണം അല്ലേ? ബുള്ളറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന രീതി ആക്കി എന്ത് പറ്റും? നൈസായിരിക്കും. ഇത് വാറാണ്, പ്രീ വാർ അല്ല, വാറാണ് ഗൈസ്. ഇന്നലെ പ്രീ വാർ കഴിഞ്ഞു. ഓക്കെ, ടയർ ഇല്ലാത്ത വണ്ടിയുമായി 2 പേർ ഈ ഒരു ആംഗിളിലോട്ട് പോകുന്നുണ്ട്. ടയർ ഇല്ല വണ്ടിക്ക്. ഓക്കെ, ഇപ്പൊ KVയുടെ വണ്ടി TVയുടെ വണ്ടി ഈ ഒരു ഏരിയയിൽ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അവർ ഈ ഒരു റിഡ്ജ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, KKBയുടെ 2 വണ്ടികൾ മല പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഫയർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആവശ്യമുണ്ട്. ഓക്കെ, KKBയുടെ 3 വണ്ടികൾ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നു. 2 വണ്ടികൾ ഇപ്പോഴും ബാക്ക് സ്റ്റാബ് നോക്കിയാണ് കളിക്കുന്നത്. അവർ ഈ ഒരു ഏരിയയിൽ ആൾക്കാർ വന്നാലോ എന്ന് പ്രതീക്ഷിച്ച് ഈ ഒരു ഏരിയ ബാക്ക് സ്റ്റാബ് നോക്കിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വണ്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ. ഓക്കെ, KKBയുടെ പ്ലേയേഴ്സ് ബൈഫൂട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നല്ലൊരു പുഷ് അവിടുന്ന് പോയി നല്ലൊരു അഗ്രസീവ് പുഷ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. KKBയുടെ സൈഡിൽ നിന്ന് TVയെ ഇവിടുന്ന് ഫോൾ ബാക്ക് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് KKB കറന്റ്ലി. TV അതേസമയം ഇവിടെ നിന്ന് നല്ലൊരു ആംഗിൾ എടുത്തുകൊണ്ട് നല്ലൊരു കവറാണ് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിം പ്ലേ എങ്ങോട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും? TVയുടെ ഒരൊറ്റ വണ്ടി മാത്രം ഫ്ലഫി സ്പീഡ് അടങ്ങുന്ന 2 വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് അവർ TVയുടെ ബാക്കിയുള്ള വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ അറിഞ്ഞിട്ടുണ്ട്. KKBയുടെ അവിടെ ഫോൾ ബാക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു മലമുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നുള്ളൊരു നല്ലൊരു പുഷ് ഇപ്പൊ കാണാൻ സാധിക്കും. പക്ഷെ ഇത് മണ്ടത്തരമായി പോകുമോ TVയുടെ സൈഡിൽ നിന്ന്? ഇല്ല. ഓക്കെ, ഈ ഒരു ആംഗിൾ വില്ലു നീല നടക്കുന്നത് ഈ ഒരു ആംഗിള് 3 പ്ലേയേഴ്സ് ഉണ്ട്. അതേസമയം ഇവിടെ എല്ലാവരും ബൈഫൂട്ടാണ്. അവിടുന്ന് ഒരു അഗ്രസീവ് പുഷ് കയറി വന്നിട്ടുണ്ടെങ്കിൽ TVക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ഡിസ്റ്റൻസിലാണ് ബാക്കിയുള്ള പ്ലേയേഴ്സ്. പക്ഷേ ഈ പ്ലേയേഴ്സിനെ വെട്ടിച്ചോണ്ട് ഓടിച്ചു വരാൻ അവർ വരാൻ വേണ്ടിയിട്ട് ഇതെന്താ കർണൽ സാങ്കിന് നല്ല ടാഗ് വന്നിട്ടുണ്ട്. കർണൽ സാങ്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട്. വീഡിയോ അല്ലല്ലോ, നോക്കിക്കോണേ. ഓക്കെ, ബാക്കി നല്ലൊരു വേറെ ഓഫ് ആംഗിളിലോട്ട് TV എത്തിയിട്ടുണ്ട്. സാവേജ് സ്നൈപ്പൻ സി അടങ്ങുന്ന 3 പേരാണ് ആ ഒരു ഓഫ് ആംഗിളിലോട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് 2 സൈഡിൽ നിന്നാണ് KKBയുടെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KKBക്കാരെ റൈറ്റ് സൈഡിൽ കൊണ്ട് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ KKB ഓപ്പൺ കൂടാണ് പോകുന്നത് അവരുടെ അടുക്കലോട്ട്. അത് വലിയൊരു മണ്ടത്തരമാണ്. ജോൺ സ്റ്റീഫൻ ഒറ്റയ്ക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. TV മാരിക്കിന്റെ ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് ചന്ദ്രനൊക്കെ ഒറ്റയ്ക്കാണ്. ചന്ദ്രൻ സുനിമൊക്കെ ഒറ്റയ്ക്കാണ്. KKB എല്ലാവരും ഒരുമിച്ചാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ബൈഫൂളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് പറ്റും നമുക്ക് കണ്ടിരിക്കുന്നു. KKB കുഞ്ഞുപറമ്പിൽ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ ഡൗൺ ആയിട്ടുണ്ട്, ജോൺ സ്റ്റീഫൻ ഡൗൺ ആയിട്ടുണ്ട്. ചന്ദ്രനല്ല ഫോൾ ബാക്ക്, ചന്ദ്രൻ ഡൗൺ, ജോൺ സ്റ്റീഫൻ ഡൗൺ, TV കിൻഡി ഡൗൺ, മാധവ് ചെയ്യണം, KKB കൈസു ഡൗൺ, KKB കുഞ്ഞുപറമ്പിൽ ഡൗൺ. ഓക്കെ, TVക്കാർ ബാക്കിൽ നിന്നൊരു നല്ലൊരു പുഷ് വന്നിട്ടുണ്ട്. KKB മൈക്കൽ ജോൺ അവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. TVയുടെ പ്ലേയേഴ്സ് എല്ലാം അവിടെ ഹോൾഡ് ചെയ്യണം. നെട്ടൂർ നിറം അടിക്കുന്നില്ലേ? സ്പീഡ് വണ്ടി നടക്കുന്നതിന് മുന്നേ ഡൗൺ ആയിരിക്കുകയാണ്. ഇത് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? ഓക്കെ, KKB ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്സിഡിയോസ് വണ്ടിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. TVയുടെ പ്ലേയേഴ്സ് എല്ലാം ഓ മൈ ഗോഡ് കുറെ പൊക്കി വീണിട്ടുണ്ടല്ലോ TVയുടെ സൈഡിൽ നിന്ന്. നമുക്ക് KKBയുടെ നല്ലൊരു പുഷ്, അഗ്രസീവ് ഒരു പുഷാണ് കണ്ടോണ്ടിരിക്കുന്നത്. അവിടെ ഡിസഡ്വാൻറ്റേജ് പോയിട്ടും അവിടെ തിരിച്ചു വന്നിട്ട് ഒരു അഗ്രസീവ് പുഷ്. സുനിമോൻ ഇവിടെ ഒറ്റയ്ക്കാണ്. സ്റ്റീവ് ഈ ഒരു വണ്ടിക്കകത്ത് ചത്തുപോയോ? വണ്ടിക്കകത്തിരുന്നുണ്ട്? ഇല്ല, വണ്ടിക്കകത്തുണ്ട്, ജീവനുണ്ട്. സുനിമോൻ ഒറ്റയ്ക്ക് അവിടെ ഓർന്ന് നോക്കി. ഇവിടെ നല്ലൊരു കവർ ഫയർ കൊടുക്കുന്നുണ്ട്. വില്ലു, സ്നൈപ്പ്, ഫ്ലഫി, ഈഗിൾ ആൻഡ് സ്റ്റീവ് ആണ് ഇവിടെ നല്ലൊരു കവർ ഫയർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഏത് സൈൽസ് ഒറ്റയ്ക്കാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നീലിന് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അവിടെ ഓപ്പണിൽ നോക്കുവാണെങ്കിൽ KKBക്ക് വീണ്ടും നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടി. പക്ഷേ ഏത് സൈൽസ് ഒറ്റയ്ക്ക് ബാക്കി വരുന്നത് നല്ലൊരു കവർ ഫയർ കൊടുക്കാൻ നോക്കുന്നത്. ഈ പ്ലേയേഴ്സ് എല്ലാം കയറി വരുമ്പോൾ അവിടെ മേൽഭാഗം വിട്ടുകൊടുക്കുന്നത് വലിയൊരു മണ്ടത്തരമായി പോകും TVക്ക്. കാരണം മേൽഭാഗം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പുഷ്, KKBയുടെ സൈഡിൽ ഒരു പുഷ് കാണാൻ സാധിക്കും. ഓക്കെ, ഡൗൺ, സൈൽസ് ഡൗൺ. TVയുടെ 5 പേര്. KKB അവിടുത്തെ ഒരു കർണൽ സാങ്ക് ഇവിടുത്തെ ഒരു പുഷ് കൊടുക്കുന്നു. അഗ്രസീവ് പുഷ്. 2 പ്ലേയേഴ്സാണ് ഇവിടെ ഉള്ളത്. കർണൽ സാങ്ക് ഒറ്റയ്ക്കാണ് കയറി വരുന്നത്. വലിയൊരു മണ്ടത്തരം. KKB സിദ്ധു അവിടുത്തെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഹാലസി അവിടുത്തെ പുഷ് ചെയ്തിട്ടുണ്ട്. ജാക്ക് മൂൾ 5v5 ആണ് മാച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു
കൂറ്റൻ മാച്ചാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. 5v5 5 vs 5. ഓ അവിടെ സ്റ്റീവ് സ്നൈപ്പിനെ ഇടിച്ചിട്ടു. അവിടെ സ്നൈപ്പ് തറയിൽ വീണ് അടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു മണ്ടത്തരമായി പോയി സ്റ്റീവിന്റെ സൈഡിൽ നിന്നും പറ്റിയത്. സ്റ്റീവ് തിരിച്ച് ഫയർ ചെയ്യുന്നു. ഈഗിൾ ഡൗൺ. ബില്ലു, ഫ്ലഫി, സ്റ്റീവ് 3 പേരാണ്. ഓക്കെ 2v3 മാച്ച് ആണ്. കണ്ണൻ സാങ് അവിടെ വിക്കറ്റ് സാധിക്കും. സ്റ്റീവ് 2v2 നല്ലൊരു ടൈറ്റ് മാച്ച്. 2v2 കണ്ണൻ സാങ് 1v2 ആണ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. KKB മാത്തൻ ആൻഡ്രൂ വേഴ്സസ് ഫ്ലഫി ആൻഡ് വില്ലു. എടാ ഇവിടെ 0 അടിച്ചടാ വന്നിട്ട്. KKB മാത്തൻ ആൻഡ്രൂ വേഴ്സസ് ഫ്ലഫി ആൻഡ് വില്ലു ആണ്. 1v2 ആണ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. 1v2 നല്ലൊരു കൂറ്റൻ മാച്ചാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടീമിലെ 2 പ്ലേയേഴ്സ്, KKBയിലെ 1 പ്ലെയറാണ് ഇവിടെ ബാക്കിയുള്ളത്. 1v2 ആണ്. 2 പേർക്കും എത്ര പ്ലേയേഴ്സ് ഇലവുണ്ടെന്ന് അറിയില്ല. മേ ബി ടിവിയുടെ സൈഡിൽ നിന്നും വന്ന ഫയർ കണക്ക് കൂട്ടി മാത്തൻ അറിയാതിരിക്കാം 2 പ്ലേയേഴ്സ് അവിടെ ഇലവുണ്ട്. പക്ഷെ വേറെ എവിടെയൊക്കെ ആൾക്കാർ വരുമെന്ന് ഒരു പിടിയും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ മാത്തൻ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് കണ്ടറിയുന്നിരിക്കുന്നു. നല്ലൊരു ഫയറിംഗ് മാത്തന്റെ സൈഡിൽ നിന്നും മാത്രം ഇവിടെ ആംഗിൾ ഹോൾഡ് ചെയ്യാണ്. ടിവിയുടെ സൈഡിൽ നിന്ന് പുഷ് നമുക്ക് കാണാൻ സാധിക്കുന്നു. വില്ലു ഒരു ഓഫ് ആംഗിൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഫ്ലഫി ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹെഡിങ് കിട്ടിയിട്ടുണ്ട് മാത്തൻ ആൻഡ്രൂവിന്, വില്ലുവിന്. 2 സൈഡിൽ അടി വരുന്നുണ്ട്. ഫ്ലഫി അടിക്കുന്നു. ഫ്ലഫി മാത്തൻ ആൻഡ്രൂവിനെ ഡൗൺ ആക്കി. അങ്ങനെ ടിവിയെ വാർ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ടിവിയെ വോൺ ദ വാർ ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് വാർ. നല്ലൊരു വാർ തന്നെയായിരുന്നു. നമ്മൾ നല്ലൊരു വാർ തന്നെയാണ് അവിടെ കണ്ടത്. നൈസ്. 2 ടീമിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രസീവ് ഫൈറ്റും പുഷും നമുക്ക് ഈ വാറിൽ കാണാൻ സാധിച്ചു. ഇതേപോലെ എല്ലാ വാറും കാണട്ടെ. നല്ല നല്ല പുഷുകളും നല്ല വാറുകളും കാണാൻ പറ്റട്ടെ.